ഹായ് ഹലോ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. അപ്പോൾ ഈ കോലമൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് വീണിട്ട് എൻ്റെ മൊബൈലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്. ചെറുതല്ല, വലുതായിട്ട് തന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് എടുത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഷെഡ്യൂൾ ചെയ്ത് നാളത്തേക്ക് വെക്കണം. കാരണം ഈ മൊബൈൽ ഇന്ന് ഇനിയിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാളെയാണോ എന്നാണ് കിട്ടുക എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഡിസ്പ്ലേ ഏതാണ്ട് പോയി വരുന്നുണ്ട്, മിന്നൽ പോലെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് തീർക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 14 ദിവസങ്ങൾ നമുക്ക് ഇന്നലെ തൊടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു 7 ദിവസം കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ ഉറപ്പായും പോയി കണ്ടേക്കണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. പിന്നെ ഇതിപ്പോൾ 14 ദിവസത്തേക്കുള്ള, പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ 14 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് വെയിറ്റ് കുറഞ്ഞതെന്നുള്ളത് ഞാൻ ഇവിടെ നമ്മുടെ ഒരു വീഡിയോ ഞാൻ ഇവിടെ തന്നെ കൊടുത്തേക്കാവേ. അപ്പം നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ 75 കിലോ ആയിരുന്നു. അപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് 73 സംതിങ്ങിലോട്ട്, 73 ഞാൻ പറഞ്ഞു, 73 സംതിങ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും 71 സംതിങ്, അതായത് ഒരു 1.25 കിലോയോളം ഒരാഴ്ച കൊണ്ട് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിൽ കുറച്ചിട്ടുണ്ട്. അതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് നമ്മൾ ഏതാണ്ട് ഒരു 3 കിലോ, അത് 75 എന്നുള്ളത് ഇപ്പം 71, ഒരു 3.5 കിലോയോളം നമ്മളപ്പോൾ കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ വളരെ ഫുഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ഇതിൽ എക്സസൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 45 ദിവസത്തെ ഒരു ചലഞ്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 14 ദിവസത്തെ ചലഞ്ചിന് നമുക്കൊരു 3.5 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക് 45 ദിവസം കഴിയുമ്പോൾ എത്ര കിലോ കുറയുന്നു. നിങ്ങൾ കണ്ടാൽ അറിയാം, നമ്മൾ നോർമലി കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. രാവിലെ ആയിരുന്നു നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എക്സസൈസാണ് രാവിലെ ചെയ്യുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു, ആദ്യം ഒരു അരമണിക്കൂറാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറിലത്തേക്കും എക്സസൈസ് കൂട്ടുന്നുണ്ട്. ഇനി എന്താണെന്ന് വെച്ചാൽ വൈകിട്ടത്തേക്കും കൂടെ എക്സസൈസ് നമ്മൾ ഇനിയുള്ള ഒരാഴ്ച നമ്മൾ വൈകിട്ടേക്കും കൂടെ എക്സസൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നോട്ട് വൈകിട്ടത്തെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ രാവിലെ 1 മണിക്കൂറത്തെ എക്സസൈസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ആദ്യത്തെ ഒരു അരമണിക്കൂർ സൂംബയാണ് ചെയ്യുന്നത്, ബാക്കി നമ്മളെ വയറിനുള്ള എക്സസൈസുമാണ് ചെയ്യുന്നത്. അതേ സെയിം തന്നെയാണ് ഇനി മുതലുള്ള ദിവസങ്ങളിൽ ഈവനിങ് അരമണിക്കൂർ സൂംബയും അരമണിക്കൂർ എക്സസൈസുമായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇടാൻ പറ്റുകയെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. ഓക്കെ, ബൈ ബൈ.